ഫിലിപ്പിയ ലേഖനമാണ് നാം നിരന്തരമായി ഈ ബൈബിൾ സ്റ്റഡി സെഷനിൽ പഠിക്കുകയും ചിന്തിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് മോസ്റ്റ്ലി മാസത്തിൽ ഒരു തവണയാണ് ഇതുപോലുള്ള ഓൺലൈൻ ബൈബിൾ സ്റ്റഡിക്കായിട്ട് ഈ സെഷന് വേണ്ടി നമ്മൾ സമയം വേർതിരിച്ചിരിക്കുന്നത്. നാം ഫിലിപ്പിയ ലേഖനം 1-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യമായിരുന്നു ഏറ്റവും ഒടുവിൽ ചിന്തിച്ചുകൊണ്ടിരുന്നത്. ഈ ഭാഗത്ത് അപ്പോസ്തലനായ പൗലോസ് തടവറയിലായിരിക്കുമ്പോൾ പൗലോസ് അപ്പോസ്തലനെ സ്നേഹിക്കുന്ന ചിലരുടെ കരുതലിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ, മറുവശത്ത് ദൈവനാമത്തിന് ഉള്ള ദൈവനാമത്തോടുള്ള സ്നേഹമോ അല്ലെങ്കിൽ ദൈവവേലയോടുള്ള ആത്മാർത്ഥതയോ സുവിശേഷീകരണത്തോടുള്ള തീഷ്ണതയോ നിമിത്തമല്ലാതെ പൗലോസ് അപ്പോസ്തലനോടുള്ള അസൂയ നിമിത്തം, അദ്ദേഹത്തോടുള്ള എന്തോ ബുദ്ധിമുട്ട് നിമിത്തം സുവിശേഷം പ്രസംഗിക്കുന്നവരെ കുറിച്ചാണ് ഈ 17-ാമത്തെ വാക്യത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. നമുക്ക് 17-ാമത്തെ വാക്യം ഒന്നുകൂടെ ഞാൻ വായിക്കുന്നു. മറ്റവരോ എന്റെ ബന്ധനങ്ങളിൽ എനിക്ക് ക്ലേശം വരുത്തുവാൻ ഭാവിച്ചുകൊണ്ട് നിർമ്മലതയോടെയല്ല ശാഠ്യത്താൽ അത്രേ ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നത്. പ്രൈസ് ലോർഡ്. അപ്പോ സിൻസിയറായിട്ട് അല്ലാതെ കണ്ടൻഷനായിട്ട് ശാഠ്യമായിട്ട് പ്രസംഗിക്കുന്നവരെ കുറിച്ച് ഇവിടെ പരാമർശിച്ചിരിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. അവരുടെ ലക്ഷ്യം സുവിശേഷത്തിന്റെ വ്യാപനമല്ല, ദൈവരാജ്യത്തിന്റെ വളർച്ചയല്ല, ആത്മാക്കളുടെ വിടുതലല്ല, ജീവിതങ്ങൾ രക്ഷിക്കപ്പെടുക എന്നുള്ളതല്ല അവരുടെ ലക്ഷ്യം. പൗലോസ് അപ്പോസ്തലൻ ഇവിടെ പറയുന്നത് അവരുടെ ലക്ഷ്യം എനിക്ക് ക്ലേശം വരുത്തുവാൻ, സപ്പോസിങ് ടു ആഡ് അഫ്ലിക്ഷൻ ടു മൈ ബോൺസ്. ഓൾറെഡി പൗലോസ് അപ്പോസ്തലൻ റോമൻ കാരാഗൃഹത്തിൽ തടവറയിലാണ്. അതിന്റെ കൂടെ ആ കഷ്ടത്തോട് കൂടെ കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കുവാൻ, ആ ലക്ഷ്യത്തിലവിടെയാണ് അവർ സുവിശേഷം പ്രസംഗിക്കുന്നതെന്ന് പറയുകയാണ്. അങ്ങനെയും സുവിശേഷം പ്രസംഗിക്കാം എന്നുകൂടെ ഇതിൽ നിന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോ എങ്ങനെ ആയിരിക്കും ഈ ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നത് എന്നുള്ളത് രണ്ട് വിധത്തിലായിരിക്കുമെന്ന് നമ്മൾ കണ്ടു. പോസിബിളി ഒന്ന്, ഇറ്റ് ക്യാൻ ബി ഫിസിക്കൽ, ശാരീരികമായി പൗലോസ് അപ്പോസ്തലന് ബുദ്ധിമുട്ടുണ്ടാക്കാനാകാം. അതെങ്ങനെയാന്ന് വെച്ചാൽ, ജയിലറയിലായിരിക്കുന്നു, വാദം കേട്ടുകൊണ്ടിരിക്കുന്നു, ഇടയ്ക്കിടയ്ക്കൊക്കെ കോടതിയിൽ അദ്ദേഹത്തെ വിസ്തരിക്കുന്നു, കൈസറുടെ കോർട്ടിൽ അദ്ദേഹത്തെ വിസ്തരിക്കുന്നു. അപ്പോൾ അതിന്റെ കൂടെ കുറച്ചുകൂടെ പൗലോസിന് അദ്ദേഹത്തിന് ഒരുപക്ഷെ ശിക്ഷ കിട്ടാൻ സാധ്യതയുണ്ടെങ്കിൽ, ഇപ്പോൾ വിചാരണ തടവുകാരനായിട്ടാണ് ആയിരിക്കുന്നത്, ഒരുപക്ഷെ ആ വിചാരണ തടവിനെ ശിക്ഷ ശരിക്കുള്ള തടവുകാരനാക്കി മാറ്റാനായിട്ട് ആണ് ഒരുപക്ഷെ ലക്ഷ്യമിടുന്നത്. അതൊരു സാധ്യത. മറ്റൊന്ന്, ഇമോഷണൽ ആയിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടാക്കാനാകാം. പൗലോസ് അപ്പോസ്തലൻ ജയിലറയിലായിരിക്കുന്നു, അദ്ദേഹത്തിന് പുറത്ത് നടക്കുന്ന കാര്യങ്ങളിൽ നിയന്ത്രണമില്ല. ഈ സമയത്ത് അദ്ദേഹത്തിന് മാനസികമായി പ്രയാസം ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടെ ആകാം പുറത്ത് എന്തെങ്കിലുമൊക്കെ കാണിച്ചു കൂട്ടിയാൽ അതിന് പൗലോസിനെ നിയന്ത്രിക്കാനോ ഉപദേശിക്കാനോ അല്ലെങ്കിൽ ശാസിക്കാനോ ഒന്നും കഴിയുകയില്ല എന്നുള്ളത് കൊണ്ട് അദ്ദേഹത്തെ ആ രീതിയിൽ മനസ്സിന് ക്ലേശമുണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടെ ആകാം. ഇങ്ങനെ രണ്ട് പോസിബിലിറ്റിയാണ്. ഏത് കാരണം കൊണ്ടാണ് പൗലോസ് അപ്പോസ്തലന് ബുദ്ധിമുട്ടുണ്ടാക്കാൻ ഈ സുവിശേഷ പ്രസംഗകർ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് നമുക്ക് ചിന്തിക്കാനായിട്ട് കഴിയും. ഹല്ലേലൂയ. ഇനി നമുക്ക് അടുത്ത ഭാഗത്തേക്ക് കടക്കാം. ഇന്ന് 18-ാമത്തെ വാക്യം നമുക്ക് ചിന്തയ്ക്കായിട്ട് വായിച്ച് ആ ഭാഗത്തേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. 18-ാമത്തെ വാക്യം ഇങ്ങനെ നമ്മൾ വായിക്കുന്നു: പിന്നെ എന്ത്, നാട്യമായിട്ടോ പരമാർത്ഥമായിട്ടോ ഏതു വിധമായാലും ക്രിസ്തുവിനെ അല്ലോ പ്രസംഗിക്കുന്നത്, ഇതിൽ ഞാൻ സന്തോഷിക്കുന്നു, ഇനിയും സന്തോഷിക്കും. ഹല്ലേലൂയ. ഇത് പൗലോസ് അപ്പോസ്തലന്റെ ഒരു വല്ലാത്ത സന്തോഷമാണല്ലേ. ഫിലിപ്പി ലേഖനത്തിന്റെ തീം തന്നെ റിജോയ്സ് ഇൻ ദ ലോർഡ്, കർത്താവിൽ സന്തോഷിക്കുക എന്നുള്ളതാണ്. സന്തോഷം, റിജോയ്സ്, ക്രിസ്തുവിലെ സന്തോഷം. അപ്പോ ഏത് സാഹചര്യത്തിലും സന്തോഷിക്കാൻ കഴിയും എന്നുള്ളതിന്റെ തെളിവ് കൂടെയാണ് ഇവിടെ. പൗലോസ് അപ്പോസ്തലന് ഫിസിക്കലിയോ ഇമോഷണലിയോ ബുദ്ധിമുട്ടുണ്ടാക്കാൻ വേണ്ടി ഒരു കൂട്ടം പേര് പുറത്ത്, അദ്ദേഹത്തിന്റെ പൗലോസ് അപ്പോസ്തലന്റെ നിയന്ത്രണത്തിന് പുറത്ത് ഉള്ള മേഖലയിൽ പ്രസംഗിക്കുമ്പോൾ, ആ പ്രസംഗം നിമിത്തം തനിക്ക് ബുദ്ധിമുട്ടുണ്ടായാലും കുഴപ്പമില്ല, ഞാൻ സന്തോഷിക്കും എന്ന് പറയുകയാണ്. അതെങ്ങനെ? പ്രൈസ് ദി ലോർഡ്. അദ്ദേഹം പറയുന്നത് സുവിശേഷമാണല്ലോ പ്രസംഗിക്കുന്നത്, അതുകൊണ്ട് ഞാൻ സന്തോഷിക്കും. ഹല്ലേലൂയ. മിക്കവാറും ഏത് കാര്യങ്ങൾ നമുക്ക് ശരിക്കും വേദന ഉണ്ടാകുന്ന, വിഷമിപ്പിക്കുന്ന, നമ്മെ ദുഃഖിപ്പിക്കുന്ന വിഷയങ്ങളുണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. പക്ഷേ ഭൂരിഭാഗം വിഷയങ്ങളിലും
അതിന്റെ എല്ലാം മറുവശത്ത് നമുക്ക് വ്യത്യസ്തമായി ചിന്തിച്ചാൽ നമ്മുടെ പല വിഷമങ്ങളും മാറി നമുക്ക് സന്തോഷിക്കാൻ കഴിയുമെന്നാണ് ഈ വാക്യത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. സദൃശവാക്യത്തിൽ എക്സാക്ട്ലി ആ വാക്യം ഞാൻ ഓർക്കുന്നില്ല, എങ്കിലും മനസ്സിന്റെ സന്തോഷത്തിൽ വേറെ ആരും പങ്കുചേരുന്നില്ല, ഹൃദയത്തിന്റെ സന്തോഷത്തിൽ വേറെ ആരും പങ്കുചേരുന്നില്ല എന്നൊരു വാക്യം നമുക്ക് കാണാനായിട്ട് കഴിയും. ലോകത്തിൽ ആരൊക്കെ വിചാരിച്ചാലും നിങ്ങൾക്ക് സന്തോഷിക്കാൻ താല്പര്യമില്ലെങ്കിൽ, നിങ്ങൾക്ക് സ്വതന്ത്രമായി റിലാക്സായി ഇരിക്കാൻ നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ, ലോകത്തിൽ ആരൊക്കെ വിചാരിച്ചാലും നിങ്ങൾക്ക് സന്തോഷം ഉണ്ടാകത്തില്ല. പ്രൈസ് ലോർഡ്. ആമേൻ. ലോകത്തിൽ എന്തെല്ലാം ഉണ്ടെങ്കിലും നമ്മൾ ആഗ്രഹിക്കുന്നതോ ആഗ്രഹിച്ചതിന് മുകളിലോ ഉള്ള എല്ലാ സൗകര്യങ്ങളും സന്തോഷത്തിന് കാരണമെന്ന് ചിന്തിക്കുന്ന എന്തെല്ലാം ചുറ്റിലുമുണ്ടെങ്കിലും, എല്ലാ സൗകര്യങ്ങളും ഉണ്ടെങ്കിലും, സ്റ്റിൽ നിങ്ങൾ തീരുമാനിക്കത്തിടത്തോളം, ഇഫ് യു ഡിസൈഡ് ദാറ്റ് യു ഡോണ്ട് വാണ്ട് ടു ബി ജോയ്ഫുൾ, യു ഡോണ്ട് വാണ്ട് ടു ബി ഹാപ്പി, യു കാൻ ബി ഹാപ്പി. നിങ്ങൾക്ക് സന്തോഷിക്കാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. എന്നാൽ തടവറയിലായിരിക്കുമ്പോൾ പോലും പൗലോസ് അപ്പോസ്തലൻ സന്തോഷിക്കുന്നത് പോലെ, എല്ലാം എതിരാണെങ്കിലും, എല്ലാം വിഷമഘട്ടത്തിലാണെങ്കിലും, എല്ലാം ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണെങ്കിലും, അതിന്റെ നടുവിലും സന്തോഷിക്കാൻ ചില കാര്യങ്ങളുണ്ട്, ചില കാരണങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കി അങ്ങനെ ചിന്തിച്ചാൽ ലോകത്തിൽ ആർ വിചാരിച്ചാലും നിങ്ങളുടെ സന്തോഷത്തെ കെടുത്തുവാനും കഴിയുകയില്ല. ഹല്ലേലൂയ. പ്രത്യേകിച്ച് ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ച് ആത്മാവിലെ സന്തോഷം അതിനെ എടുത്തു കളയുവാൻ ലോകത്തിൽ ആർക്കും കഴിയില്ല, ഒരു ശക്തിക്കും കഴിയില്ല. പ്രൈസ് ദി ലോർഡ്. ആകയാൽ ആത്മനിറവിൽ സന്തോഷിക്കുന്നവരായിരിക്കാൻ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. ഇവിടെ പൗലോസ് അപ്പോസ്തലൻ ഒരു കാര്യം പറയുന്നത് നമുക്ക് ഒറ്റ വായനയിൽ ഇച്ചിരി അത് ശരിയാണോ എന്ന് തോന്നാൻ സാധ്യതയുണ്ട്. ഇനിഷ്യൽ റീഡിങ്ങിൽ, അതായത് വിഷമമുണ്ടാക്കാൻ വേണ്ടി പ്രസംഗിക്കുന്നു, എന്നിട്ട് പൗലോസിന് അതിന് വിഷമമൊന്നുമില്ല, അങ്ങനെ പ്രസംഗിക്കുന്നത് കുഴപ്പമില്ല എന്ന ഒരു നിലപാടാണല്ലോ പൗലോസ് അപ്പോസ്തലൻ ഇവിടെ എടുത്തിരിക്കുന്നത്. അങ്ങനെ അല്ല പ്രസംഗിക്കേണ്ടത്. നമുക്കറിയാം, ദൈവവചനം പ്രസംഗിക്കുമ്പോൾ അത് സിൻസിയർ ആയിരിക്കണം, അത് ഹൃദയംഗമായിരിക്കണം, ആത്മാർത്ഥമായിട്ടായിരിക്കണം, ആത്മനിറവോടെ ആയിരിക്കണം, ദൈവത്തിന് മഹത്വം ഉണ്ടാകണം എന്ന ഏക ലക്ഷ്യത്തോടെ ആയിരിക്കണം, മറ്റുള്ളവർക്ക് വിടുതലും അഭിവൃദ്ധിയും ആത്മീയ അഭിവൃദ്ധിയും ഉണ്ടാകണമെന്നുള്ള ശരിയായ ആഗ്രഹത്തോടെ ആയിരിക്കണം, പ്രാർത്ഥനയോടെ ആയിരിക്കണം, ദൈവഭയത്തോടെ ആയിരിക്കണം. കാരണം ദൈവത്തിന്റെ വചനമാണ്, അതിനെ ദൈവഭയത്തോടെ വേണം പ്രസന്റ് ചെയ്യുവാൻ. ഇങ്ങനെയൊക്കെ ആയിരിക്കണം പ്രസംഗിക്കേണ്ടത്, അല്ലെങ്കിൽ വചനം പഠിപ്പിക്കേണ്ടത്, വചനം പങ്കിടേണ്ടത്. അപ്പൊ അങ്ങനെ ചെയ്യുന്നില്ലല്ലോ എന്നതുകൊണ്ട് അവരെ അംഗീകരിക്കാൻ പാടില്ല, അവരെ അക്സെപ്റ്റ് ചെയ്യാൻ പാടില്ലെന്നല്ലേ ചിന്തിക്കേണ്ടത്. പക്ഷെ പൗലോസ് അപ്പോസ്തലൻ ആ രീതിയിലല്ല ഇവിടെ പറയുന്നത്. അതുകൊണ്ട് നമുക്ക് ആദ്യ വായനയിൽ അതിനോട് യോജിക്കാൻ അല്പം ബുദ്ധിമുട്ടുള്ളത് തോന്നും. പക്ഷേ പൗലോസിന്റെ വാക്ക് ഒന്നുകൂടെ നോക്കിയേ, ക്രിസ്തുവിനെ തന്നെയാണല്ലോ പ്രസംഗിക്കുന്നത്. ഇവർക്ക് അവരുടെ ശൈലിയോട് ഞാൻ യോജിക്കുന്നില്ല, അവരുടെ മെത്തേഡ്, അവരുടെ സ്റ്റൈൽ, അവരുടെ ബിഹേവിയർ, അവരുടെ ആറ്റിറ്റ്യൂഡ്, ഇതിനോടൊന്നും ഞാൻ യോജിക്കുന്നില്ല. ബട്ട് അവരുടെ തീമിനോട് ഞാൻ യോജിക്കുന്നു, അവർ പ്രസംഗിക്കുന്ന വിഷയത്തോട് ഞാൻ യോജിക്കുന്നു. അതെങ്കിലും നല്ലതായിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ സന്തോഷിക്കുന്നു. ഈ രീതിയിലാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. അപ്പോ മോട്ടീവ്സ് ഓഫ് ദ പ്രീച്ചേഴ്സ്, നോട്ട് ഓഫ് ദ സബ്സ്റ്റൻസ് ഓഫ് ദെയർ പ്രീച്ചിങ്. പൗലോസ് അപ്പോസ്തലൻ ഇവിടെ പ്രസംഗകരുടെ ലക്ഷ്യത്തെക്കുറിച്ചല്ല, അവരുടെ ഉദ്ദേശ്യത്തെക്കുറിച്ചല്ല പറയുന്നത്, അവരുടെ സബ്സ്റ്റൻസ് അല്ലെങ്കിൽ പ്രസംഗ വിഷയത്തെക്കുറിച്ചാണ് പ്രസ്താവിക്കുന്നത്. അപ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കണം, ഇവർ പ്രസംഗിക്കുന്നത്, ഇവരുടെ മോട്ടീവ് എന്തു തന്നെയായാലും, ഇന്റൻഷൻ എന്തു തന്നെയായാലും, ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നത് കൊണ്ട് പൗലോസ് അപ്പോസ്തലൻ അതിൽ വേറെ എതിരായിട്ടൊന്നും പറയാനില്ല, അല്ലെങ്കിൽ പറയുന്നില്ല. എന്നാൽ ഇവർ തന്നെ ദുരുപദേശം പ്രസംഗിച്ചാൽ പൗലോസ് അപ്പോസ്തലൻ അങ്ങനെ വിട്ടുകൊടുക്കത്തില്ല, അതിനെ ഖണ്ഡിക്കും. അതിനുദാഹരണമാണ് ഗലാത്യ ലേഖനം 1-ാം അധ്യായം 6-ാമത്തെ വാക്യം. വേറൊരു ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു എന്നറിഞ്ഞപ്പോൾ, വേറൊരു ക്രിസ്തുവിനെ എന്ന് ഗലാത്യ ലേഖനത്തിലെ പ്രതിപാദ്യ വിഷയം എന്താണ്? ഗലാത്യ ലേഖനത്തിൽ പറയുന്നത് യേശു ക്രിസ്തുവിലെ വിശ്വാസത്താൽ സൗജന്യമായി
രക്ഷ പ്രാപിക്കുന്നു, സൗജന്യമായി നീതീകരിക്കപ്പെടുന്നു. രക്ഷിക്കപ്പെടാനായി ഒരു പ്രവൃത്തിയുടെയും ആവശ്യമില്ല. ഒരു പ്രവൃത്തി എന്ന് പറഞ്ഞാൽ പോലും അത് വിശ്വാസം എന്ന പ്രവൃത്തിയാണ്. ക്രിസ്തുവിൽ വിശ്വസിക്കുക, അതിനെ വേണമെങ്കിൽ ഒരു പ്രവൃത്തി എന്ന് പറയാം. പക്ഷെ വിശ്വാസത്തെ അത് അദൃശ്യമായ ഒരു കാര്യമാണ്. അത് അതിൻ്റെ പ്രോഡക്ട്സ്, അതിൻ്റെ ഫ്രൂട്ട്സ് പുറത്ത് കാണാൻ പറ്റും. പക്ഷേ ആ വിശ്വാസം കാണാൻ പറ്റത്തില്ല. അത് ഉള്ളിലാണ്, അത് ദൈവത്തോടുള്ള ബന്ധത്തിലാണ് നിലനിൽക്കുന്നത്. അങ്ങനെ സൗജന്യമായി ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന നിമിഷം സൗജന്യമായി ദൈവം രക്ഷ നൽകുന്നു, ദൈവം വീണ്ടും ജന്മം നൽകുന്നു, ദൈവം സൗജന്യമായി നീതീകരിക്കുന്നു, ദൈവം സൗജന്യമായി ശുദ്ധീകരിക്കുന്നു. രക്ഷ ഫ്രീ ആണ്, സൗജന്യമാണ്. അതിന് പണം കൊടുക്കണ്ട, അതിന് കർമ്മങ്ങൾ വേണ്ട, റിച്വൽസ് വേണ്ട, റൈറ്റ്സ് വേണ്ട, സാക്രിഫൈസസ്, അക്ഷരാർത്ഥ ലിറ്ററൽ സാക്രിഫൈസസ് വേണ്ട. ഹല്ലേലൂയ. കർത്താവിനെ അംഗീകരിക്കുന്ന നിമിത്തം വില കൊടുക്കേണ്ടി വരും, ഒറ്റപ്പെടൽ അനുഭവിക്കേണ്ടി വരും, ബന്ധുക്കൾ ചിലപ്പോൾ തള്ളിപ്പറയും, പല പൊസിഷൻസ് നഷ്ടമാകും, കയ്യിലുണ്ടായിരുന്ന പല നന്മയും ചിലപ്പോൾ കൈവിട്ടു പോകും, അങ്ങനെയൊക്കെ സംഭവിക്കും. സുവിശേഷം നിമിത്തം പലതും സാക്രിഫൈസ് ചെയ്യേണ്ടി വരും, രക്ഷിക്കപ്പെട്ടത് നിമിത്തം. പക്ഷെ രക്ഷിക്കപ്പെടാനായിട്ട് ഈ കർമ്മങ്ങളുടെ ഒന്നും ആവശ്യമില്ല, യാഗങ്ങളുടെ ഒന്നും ആവശ്യമില്ല. പക്ഷെ ഗലാത്യ സഭയിൽ എന്താ സംഭവിച്ചത്? യഹൂദന്മാരായ ചിലർ മുന്നോട്ട് വന്നിട്ട് അവർ ജൂഡായിസ്റ്റിക് ആയിട്ടുള്ള കർമ്മബന്ധിതമായ, കർമ്മ അധിഷ്ഠിതമായ, വർക്ക് ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഡിഫറൻറ്റ് തിയോളജിയെ, ഡിഫറൻറ്റ് സുവിശേഷത്തെ, വ്യത്യസ്തമായ ഒരു സുവിശേഷത്തെ അവിടെ അവതരിപ്പിച്ചു. പ്രൈസ് ദി ലോർഡ്. അവർ പറഞ്ഞു, നിങ്ങൾ യേശുവിനെ കർത്താവായി സ്വീകരിച്ചു, രക്ഷിക്കപ്പെട്ടു എന്ന് പറയുന്നു, പക്ഷേ അതുകൊണ്ട് കാര്യം പൂർണ്ണമായില്ല. ശരിക്കും രക്ഷിക്കപ്പെടണമെങ്കിൽ നിങ്ങൾ ഞങ്ങളെപ്പോലെ സർക്കംസിഷൻ കഴിഞ്ഞേ പറ്റത്തുള്ളൂ, പരിച്ഛേദനയേറ്റേ പറ്റത്തുള്ളൂ. സർക്കംസൈസ്ഡ് ആകാതെ നിങ്ങളുടെ രക്ഷ പൂർണ്ണമാകത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവര് യഹൂദ ന്യായ പ്രമാണത്തെ അല്ലെങ്കിൽ പഴയ നിയമ പ്രമാണത്തെ ഈ സൗജന്യമായ രക്ഷയുടെ ഉള്ളിൽ ഇടകലർത്തി ഇവരുടെ ഇടയിൽ അവതരിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. ഇതവരുടെ വാസ്തവത്തിൽ ആദ്യത്തെ പടി മാത്രമാണ്. അങ്ങനെ ആരെങ്കിലും പരിച്ഛേദന ഏറ്റു കഴിഞ്ഞാൽ ഇവരെന്താ അടുത്ത് പറയാൻ പോകുന്നതെന്ന് അറിയാമോ? പൗലോസ് അപ്പോസ്തലൻ വേറെടുത്ത് പറയുന്നുണ്ട്, ന്യായപ്രമാണത്തിലെ ഒരു കൽപ്പന ഒരുത്തൻ അനുസരിച്ച് രക്ഷിക്കപ്പെടാമെന്ന് കരുതിയാൽ, കർമ്മത്തിലൂടെ രക്ഷിക്കപ്പെടാമെന്ന് ഒരാൾ കരുതിയാൽ, if anybody thinks that he can be saved through work and begin to do the work of the law, മോശയിക ന്യായപ്രമാണത്തെ ഒരുത്തൻ ചെയ്യാൻ തുടങ്ങിയാൽ, he is obliged to do every law. He has to obey every law that was given through Moses. മോശയിലൂടെ നൽകപ്പെട്ട ഓരോ ന്യായപ്രമാണവും, എല്ലാ ആചാരങ്ങളും, എല്ലാ യാഗങ്ങളും അവൻ ചെയ്യാൻ കടപ്പെടുകയാണ്. എന്ന് പറഞ്ഞാൽ ഒന്ന് മാത്രം ചെയ്ത് രക്ഷിക്കപ്പെടാമെന്ന് കരുതരുത്. ന്യായപ്രമാണത്തിലൂടെയാണ് രക്ഷയെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ ന്യായപ്രമാണം മുഴുവനും നിങ്ങൾ അനുസരിച്ചേ പറ്റത്തുള്ളൂ. പക്ഷെ മോശയ്ക്ക് പോലും അതിന് പറ്റിയിട്ടില്ല എന്നുള്ളതാണ് പൗലോസ് തെളിയിക്കുന്നത്. ആമേൻ. അപ്പൊ ഇവരുടെ അജണ്ട എന്താണ്? ഇവർ ഗലാത്യ സഭയിൽ ആദ്യം പരിച്ഛേദന എന്ന വിഷയത്തെ കൊണ്ടുവരും. അത് ഏറ്റു കഴിയുമ്പോൾ പറയും, നിങ്ങൾ പരിച്ഛേദന ഏറ്റല്ലോ, ഇനിയിപ്പോ ബാക്കിയുള്ള കൽപ്പനകളും അനുസരിക്കണം, ബാക്കിയുള്ള ന്യായപ്രമാണങ്ങളും അനുസരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഒന്നിനു പുറകെ ഒന്നായിട്ട് അടിച്ചേൽപ്പിക്കും. അതുകൊണ്ടാണ് ഹെരസിയോട്, ഫോൾസ് ടീച്ചിങ്ങിനോട് ഒരു വിധത്തിലും നമുക്ക് കോംപ്രമൈസ് ചെയ്യാൻ പറ്റത്തില്ല. ചെറിയൊരു ഇടം കൊടുത്തു കഴിഞ്ഞാൽ ഒട്ടകത്തിന് സ്ഥലം കൊടുത്തതുപോലെ ആയിത്തീരുമെന്ന് പറഞ്ഞ സ്ഥിതിയിലാകും. വള്ളത്തിൽ ഒരു ചെറിയ കിഴുത്ത വീഴുമ്പോൾ അത് ഓക്കെ എന്ന് പറയുമ്പോൾ, അത് കുഴപ്പമില്ലെന്ന് പറയുമ്പോൾ, കാലക്രമേണ എന്ത് സംഭവിക്കും? ആ വള്ളം മുഴുവൻ മുങ്ങുന്ന വിധത്തിൽ അതിൽ വെള്ളം കയറി നശിക്കും. ഇതുപോലെ രക്ഷാസംബന്ധമായ ഉപദേശങ്ങളിൽ വെള്ളം കലർത്താൻ അനുവദിക്കാൻ പറ്റത്തില്ല. നമ്മുടെ ആത്മാവിന്റെ രക്ഷയ്ക്ക് വേണ്ടിയുള്ള, നിത്യജീവന് വേണ്ടിയുള്ള അടിസ്ഥാന ഉപദേശങ്ങൾ, പുതിയ നിയമസഭയുടെ അടിസ്ഥാന ഉപദേശങ്ങൾ കർത്താവായ യേശു ക്രിസ്തുവും അപ്പോസ്തലന്മാരും നൽകിയിരിക്കുന്ന ബേസിക്
ഡോക്ട്രിൻസിനോട് യാതൊന്നും ഇടകലർത്താൻ, കൂട്ടിച്ചേർക്കാൻ, അതിനോട് കുറയ്ക്കാൻ പറ്റത്തില്ല. അത് രക്ഷയെ ബാധിക്കും. ഹല്ലേലൂയ. കൾച്ചറലായിട്ടുള്ള കാര്യങ്ങളുണ്ട്, അതൊക്കെ വേറെയാണ്. ഓരോ ദേശത്തിന്റെയും ഓരോ സംസ്കാരത്തിന്റെയും ഒക്കെ പല വിഷയങ്ങളിലും അതുമായി, അത് ഉപദേശവുമായി നേരിട്ട് ബന്ധമില്ലാത്ത പല കാര്യങ്ങളുമുണ്ട്. അതിനെക്കുറിച്ചല്ല പറയുന്നത്. രക്ഷയ്ക്ക് ആവശ്യമായ അടിസ്ഥാന ഉപദേശങ്ങളിൽ യാതൊരു വിട്ടുവീഴ്ചയ്ക്കും കഴിയുകയില്ല. അതുകൊണ്ടാണ് ഗലാത്യ സഭയിൽ വേറൊരു ക്രിസ്തുവിനെ പ്രസംഗിച്ചുകൊണ്ട് ചിലർ വന്നപ്പോൾ പൗലോസ് അപ്പോസ്തലൻ അതിനെ ശക്തിയുക്തം എതിർത്തു. അത് തെറ്റാണ്. നിങ്ങൾ വിശ്വാസത്താൽ രക്ഷിക്കപ്പെട്ടിട്ട് വിശ്വാസത്താൽ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച് ഇപ്പോൾ നിങ്ങൾ രക്ഷിക്കപ്പെട്ടോ എന്ന് നിങ്ങൾ സ്വയം ചോദ്യം ചെയ്യുകയല്ലേ? ന്യായപ്രമാണത്തെ ആചരിക്കണമെന്ന് പറയുന്നതിലൂടെ നിങ്ങൾക്ക് തന്നെ ഉറപ്പില്ലാതായി തീരുകയില്ലേ? നിങ്ങൾ ക്രിസ്തുവിനെ വീണ്ടും ക്രൂശിക്കുന്നവരായി മാറുകയല്ലേ? ക്രൂശിൽ കർത്താവ് നിങ്ങളുടെ രക്ഷയ്ക്ക് ആവശ്യമായത് മുഴുവൻ ചെയ്തു എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ, ആ വിശ്വാസത്താൽ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു എങ്കിൽ അതിൽ നിലനിന്ന് നിങ്ങൾ കർത്താവിന് വേണ്ടി ജീവിക്കണം. ക്രിസ്തുവിന്റെ കർത്താവ് കൽപ്പിച്ച അല്ലെങ്കിൽ കർത്താവ് നൽകി തന്നിരിക്കുന്ന ഉപദേശങ്ങൾക്കനുസരിച്ച് ജീവിക്കണം. അതാണ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞ് പൗലോസ് അപ്പോസ്തലൻ ഗലാത്യ സഭയെ ഉപദേശിക്കുന്നതും ശാസിക്കുന്നതും ഒക്കെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നു. പക്ഷെ ഇവിടെ വിഷയം അതല്ല. ഇവിടെ ഉപദേശത്തിലൊന്നും കലർപ്പുണ്ടാക്കിയിട്ടില്ല. സുവിശേഷം തന്നെ അവർ പ്രസംഗിക്കുന്നുണ്ട്, ക്രിസ്തുവിനെ തന്നെയാണ് പ്രസംഗിക്കുന്നത്. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ അതിനോട് അവര് ക്രിസ്തുവിനെയാണല്ലോ പ്രസംഗിക്കുന്നത് എന്ന് പറഞ്ഞ് അത് ടോളറേറ്റ് ചെയ്യുന്നത്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ആമേൻ. അപ്പോ പൗലോസ് അപ്പോസ്തലൻ ഞാൻ സന്തോഷിക്കുന്നു എന്ന് പറയുന്നത് ഇവരുടെ റോങ് ഇന്റൻഷനിൽ സന്തോഷിക്കുന്നു എന്നല്ല, അതിനോട് യോജിക്കുന്നു എന്നല്ല. അവര് പ്രസംഗിക്കുന്നത്, സുവിശേഷം പ്രസംഗിക്കുന്നു എന്നുള്ളതിൽ ഞാൻ സന്തോഷിക്കുന്നു എന്നാണ് പൗലോസ് അപ്പോസ്തലൻ അവിടെ പറയുന്നത്. അപ്പോ അതിനെ പൗലോസ് കണ്ട അതേ വ്യൂവിൽ, ഉദ്ദേശിച്ച അതേ ആശയത്തിൽ തന്നെ മനസ്സിലാക്കാൻ ദൈവം നമുക്ക് കൃപ തരുമാറാകട്ടെ. ഹല്ലേലൂയ. നമുക്ക് അടുത്ത ഭാഗത്തേക്ക് കടക്കാം. 19-ാമത്തെ വാക്യത്തിലേക്ക് കടന്നു വരാം. നിങ്ങളുടെ പ്രാർത്ഥനയാലും യേശുക്രിസ്തുവിന്റെ ആത്മാവിന്റെ സഹായത്താലും അത് എനിക്ക് രക്ഷാകാരണമായി തീരും എന്ന് ഞാൻ അറിയുന്നു. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഇവിടെ ഈ 19-ാമത്തെ വാക്യത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, തൊട്ടു മുൻപിൽ പറഞ്ഞു, എനിക്ക് അധികം ബുദ്ധിമുട്ടുണ്ടാക്കാൻ വേണ്ടി ചിലർ സുവിശേഷം പ്രസംഗിക്കുന്നു, എനിക്കതിൽ വേറെ പ്രയാസമൊന്നുമില്ല, അവർ സുവിശേഷം പ്രസംഗിക്കുന്നതിൽ ഞാൻ സന്തോഷിക്കുന്നു. പക്ഷെ കാര്യം ഇതൊക്കെ ആണെങ്കിലും അവരുടെ ഉദ്ദേശം എനിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുക എന്നുള്ളതാണെങ്കിലും, മറുവശത്ത് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന നിങ്ങളുണ്ടല്ലോ, നിങ്ങളുടെ പ്രാർത്ഥനയാലും, പിന്നെ ഒരു കാര്യം കൂടെ അവിടെ പറയുന്നുണ്ട്, യേശുക്രിസ്തുവിന്റെ ആത്മാവിന്റെ സഹായത്താലും അതെനിക്ക് രക്ഷാകാരണമായി തീരുമെന്ന് ഞാൻ അറിയുന്നു. നമുക്ക് ഈ ഭാഗത്ത് നിന്ന് ഒരല്പസമയം ഈ വിഷയത്തെ ഒന്ന് ചിന്തിക്കാം. പ്രൈസ് ദി ലോർഡ്. അപ്പോ പൗലോസ് അപ്പോസ്തലൻ ഇവിടെ ഈ ഫിലിപ്പ്യ സഭയിലെ ദൈവമക്കളുടെ, ഫിലിപ്പ്യ എന്ന് പറയുമ്പോൾ അവർ മാത്രമല്ല, ഫിലിപ്പ്യ, കൊലോസ്യ, ആ പ്രദേശങ്ങളിലുള്ള സഭകളുടെ അവര് പൗലോസ് അപ്പോസ്തലന് വേണ്ടി, അദ്ദേഹത്തിന്റെ വിമോചനത്തിന് വേണ്ടി, വിടുതലിന് വേണ്ടി, തടവറയിൽ നിന്ന് പുറത്തു വരാൻ വേണ്ടി ശക്തമായി നിരന്തരമായി പ്രാർത്ഥിക്കുന്നുണ്ട്. അതിനെ അംഗീകരിച്ചുകൊണ്ടും അഭിനന്ദിച്ചുകൊണ്ടും എഴുതുന്ന വാക്കുകളാണ് ഈ 19-ാം വാക്യത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. നിങ്ങളുടെ പ്രാർത്ഥനയാൽ അതെനിക്ക് രക്ഷാകാരണമായി തീരും. ഞാൻ പറഞ്ഞു, രണ്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്, രണ്ടാമത്തേലേക്ക് നമുക്ക് വരാം. ഒന്നാമത്തെ കാര്യം, നിങ്ങളുടെ പ്രാർത്ഥനയാൽ അതെനിക്ക് രക്ഷാകാരണമായി തീരും. ഹല്ലേലൂയ. എന്താ ഇവിടെ പൗലോസ് അപ്പോസ്തലൻ ഉദ്ദേശിക്കുന്നത്? ദൈവസഭ തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇത് പൗലോസ് അപ്പോസ്തലൻ അക്നോളജ് ചെയ്യുമ്പോൾ തന്നെ, അതിനെ അഭിനന്ദിക്കുമ്പോൾ തന്നെ, പല സന്ദർഭങ്ങളിലും തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞിരിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ദൈവസഭയുടെ പ്രാർത്ഥന തന്റെ ശുശ്രൂഷയ്ക്ക് മുതൽക്കൂട്ടാണെന്ന്, അതിനുമപ്പുറം അനിവാര്യമാണെന്ന്, ആവശ്യമാണെന്ന് അദ്ദേഹം പലതവണ പറഞ്ഞിരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയുന്നു. 2 കൊരിന്ത്യർ ലേഖനം 1-ാം അധ്യായം 11-ാമത്തെ വാക്യം, 2 Corinthians chapter 1 verse 11, ഇങ്ങനെ നമുക്ക് കാണാം, അതിന് നിങ്ങളും ഞങ്ങൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാൽ തുണയ്ക്കുന്നുണ്ടല്ലോ. പ്രൈസ് ദി ലോർഡ്. അപ്പോ ദൈവസഭയുടെ പ്രാർത്ഥന തനിക്ക് തുണയായി വരുന്നു എന്ന് നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയുന്നു. അപ്പൊ സഭയുടെ പ്രാർത്ഥന, പ്രത്യേകിച്ച് ശുശ്രൂഷകന്മാർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന,
അത് ദൈവസഭയ്ക്കിടെ ശുശ്രൂഷകന്മാർക്ക് ഒരു തുണയാണ്. പ്രൈസ് ദി ലോർഡ്. ഇവിടെ തൊട്ട് ഈ കൊരിന്ത്യ ലേഖനത്തിൽ തന്നെ തൊട്ട് മുമ്പില് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് ഇത്ര ഭയങ്കര മരണത്തിൽ നിന്ന് ദൈവം ഞങ്ങളെ വിടിവിക്കുകയും ചെയ്യും. അവൻ മേലാലും വിടുവിക്കുമെന്ന് ഞങ്ങൾ അവനിൽ ആശ വെച്ചുമിരിക്കുന്നു. മരണത്തെ മുഖാമുഖം കണ്ട സന്ദർഭത്തെക്കുറിച്ചാണ് പറയുന്നത്. ആ സന്ദർഭത്തിൽ വിടുവിക്കപ്പെടാൻ, ദൈവം ഞങ്ങളെ വിടുവിക്കാൻ പല കാരണങ്ങളിൽ ഒരു പ്രധാന കാരണം നിങ്ങളുടെ പ്രാർത്ഥനയാൽ നിങ്ങൾ തുണച്ചതാണ്. അപ്പോ ദൈവസഭയുടെ പ്രാർത്ഥന മരണത്തിൽ നിന്ന് പോലും വിടുവിക്കുന്ന ദൈവ പ്രവൃത്തിക്ക് മുഖാന്തരമായി തീരും, കാരണമായി തീരുമെന്ന് പൗലോസ് അപ്പോസ്തലൻ ഇവിടെ പറഞ്ഞിരിക്കുകയാണ്. പ്രാർത്ഥനയുടെ ശക്തിയെ ദൈവമക്കൾ തിരിച്ചറിയണം. ശുശ്രൂഷകന്മാർക്ക് വേണ്ടി പ്രത്യേകാൽ പ്രാർത്ഥിക്കണം. അവരായിരിക്കുന്ന ഇടങ്ങളിൽ, സ്ഥലങ്ങളിൽ, സാഹചര്യങ്ങളിലൊക്കെ ദൈവത്തിന്റെ കരുതൽ, സംരക്ഷണം ഉണ്ടായിരിക്കാൻ ശക്തമായി ദൈവ കുഞ്ഞുങ്ങൾ പ്രാർത്ഥിക്കുന്നവരാണ്. ഇനിയും റോമാലേഖനം 15-ാം അധ്യായം 30-ാമത്തെ വാക്യത്തിൽ സഭയോട് പ്രാർത്ഥിക്കാനായിട്ട് പറഞ്ഞിരിക്കുന്നതിനെ കുറിച്ച് സ്തോത്രം നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഹല്ലേലൂയ. പൗലോസ് അപ്പോസ്തലൻ ദൈവ വചനം പ്രസംഗിക്കുമ്പോൾ അത് വെളിപ്പെടുവാൻ വേണ്ടി സ്തോത്രം പ്രാർത്ഥിക്കണമെന്ന് നമുക്ക് അദ്ദേഹത്തിന്റെ യാത്രയെ ഓർത്ത് പ്രാർത്ഥിക്കണമെന്നൊക്കെ പറയുന്നത് കാണുവാനായിട്ട് കഴിയും. 30-31 വാക്യങ്ങൾ. എന്നാൽ സഹോദരന്മാരെ, യഹൂദ്യയിലെ അവിശ്വാസികളുടെ കയ്യിൽ നിന്ന് എന്നെ രക്ഷിക്കേണ്ടതിനും യെരുശലേമിലേക്ക് ഞാൻ കൊണ്ടുപോകുന്ന സഹായം വിശുദ്ധന്മാർക്ക് പ്രസാദമായി തീരേണ്ടതിനും ഇങ്ങനെ ഞാൻ ദൈവേഷ്ടത്താൽ സന്തോഷത്തോടെ നിങ്ങളുടെ അടുക്കൽ വന്ന് നിങ്ങളോടുകൂടെ മനം തണുക്കേണ്ടതിന് നിങ്ങൾ എനിക്ക് വേണ്ടി ദൈവത്തോടുള്ള പ്രാർത്ഥനയിൽ എന്നോടുകൂടെ പോരാടണം. ദൈവത്തോടുള്ള പ്രാർത്ഥനയിൽ എന്നോടുകൂടെ പോരാടണം. അപ്പോ ഒരു സൈന്യത്തിലെ ജോയിന്റ് ആയിട്ടുള്ള ആർമിയാണ്, സോൾജിയേഴ്സാണ് ദൈവസഭയിലെ ഓരോ ദൈവമക്കളും. ഹല്ലേലൂയ. ഈ റോമാലേഖനം എഴുതി കഴിഞ്ഞ് പൗലോസ് അപ്പോസ്തലൻ യെരുശലേമിലേക്ക് പോയി അവിടെ വെച്ച് തടവിലാക്കപ്പെട്ടു. അവിടെ നിന്ന് കൈസരിയയിൽ പോയി 2.5-3 വർഷത്തിനടുത്ത് അവിടെ തടവിൽ ആയിരുന്നു കുറച്ചു നാള്. അവിടെ നിന്ന് പിന്നെ റോമൻ കാരാഗൃഹത്തിലേക്ക് വരികയാണ്. ഈ റോമാലേഖനം എഴുതുമ്പോൾ പൗലോസ് അപ്പോസ്തലൻ എന്താ പറഞ്ഞത്? എനിക്ക് സന്തോഷത്തോടെ നിങ്ങളുടെ അടുത്ത് വന്ന് നിങ്ങളെ കാണണം. അതുവരെ റോമയിൽ പൗലോസ് പോയിട്ടില്ല. ഈ റോമാലേഖനം എഴുതുമ്പോൾ അദ്ദേഹത്തിന്റെ ആഗ്രഹം നിങ്ങളുടെ അടുക്കൽ വന്ന് ചില കൃപാവരങ്ങളൊക്കെ നിങ്ങൾക്കോട് പങ്കുവയ്ക്കാനും ഒക്കെ ആയിട്ട് എനിക്ക് ആഗ്രഹമുണ്ട്. നിങ്ങളോട് സുവിശേഷം അറിയിക്കാൻ എന്നാൽ ആവോളം ഞാൻ ഒരുങ്ങിയിരിക്കുന്നു എന്ന് ആദ്യ അധ്യായത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിയും. അതിനുശേഷം സ്പെയിനിലേക്കൊക്കെ പോകണമെന്നൊക്കെ അദ്ദേഹത്തിന് ആഗ്രഹം ഉണ്ടായിരുന്നു നമുക്ക് കാണാനായിട്ട് കഴിയും. ഈ ആഗ്രഹം പറഞ്ഞ് റോമർക്ക് ലേഖനം എഴുതിയിട്ട് പിന്നെ അദ്ദേഹം എവിടേക്ക് പോയി? യെരുശലേമിലേക്ക് പോയി. അവിടെ വെച്ച് തടവിലാക്കപ്പെട്ടു. അപ്പൊ ഇവര് പൗലോസിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ടാകും അല്ലെ? സന്തോഷത്തോടെ ഞങ്ങളുടെ അടുക്കൽ വരണമെന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ടാകും. അവരുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടി. പക്ഷെ തടവറയിലായിട്ടാണ് എത്തിയത് എന്നുള്ളതാണ് വ്യത്യാസം. ഹല്ലേലൂയ. ഈ ലേഖനമൊക്കെ എഴുതി കഴിഞ്ഞ് പൗലോസ് അപ്പോസ്തലൻ പോകുന്ന വഴിയിലെല്ലാം പരിശുദ്ധാത്മാവ് അദ്ദേഹത്തോട് പല നിലകളിൽ അദ്ദേഹത്തോട് വ്യക്തിപരമായും പലരിലൂടെയും പ്രവാചകന്മാരിലൂടെയും ഒക്കെ പറഞ്ഞു, നീ യെരുശലേമിൽ വെച്ച് ബന്ധിക്കപ്പെടും, അതുകൊണ്ട് യെരുശലേമിൽ പോകരുതെന്നൊക്കെ പറഞ്ഞ ആൾക്കാരുണ്ട്. അപ്പൊ അദ്ദേഹം അവരോട് പറഞ്ഞത്, ഞാൻ ആത്മാവിനാൽ ബന്ധിക്കപ്പെട്ടവനായി യെരുശലേമിലേക്ക് പോകുന്നു, പരിശുദ്ധാത്മാവിനാൽ കെട്ടപ്പെട്ടവനായി ഞാൻ യെരുശലേമിലേക്ക് പോകുന്നു. അവിടെ ബന്ധനങ്ങളും കഷ്ടങ്ങളും എനിക്കായി കാത്തിരിക്കുന്നു എന്ന് പരിശുദ്ധാത്മാവ് പട്ടണം തോറും സാക്ഷ്യം പറയുന്നു. അപ്പോസ്തലപ്രവൃത്തിയിൽ വായിക്കുമ്പോൾ നമുക്കത് കാണാം. എന്നാൽ എന്തൊക്കെ അവിടെ സഹിക്കേണ്ടി വരുമെന്ന് എനിക്കറിയത്തില്ല. ഇത് പറഞ്ഞിട്ടാണ് യെരുശലേമിലേക്ക് പോകുന്നത്. അപ്പൊ ചിലർ പറഞ്ഞു, അദ്ദേഹം പറഞ്ഞു, ഇനി അവിടെ വെച്ച് പിടിക്കപ്പെടാൻ മാത്രമല്ല മരിക്കാൻ ഞാൻ ഒരുക്കുക. ഇതുകൂടെ അദ്ദേഹം പ്രസംഗത്തിനിടയ്ക്ക് പറഞ്ഞു, കടുപ്പിച്ചങ്ങ് പറഞ്ഞു. പ്രവാചകന്മാരും ദൈവമക്കളും ഒക്കെ പറഞ്ഞല്ലോ, എന്നെ അവിടെ ബന്ധനങ്ങളും കഷ്ടങ്ങളും കാത്തിരിക്കുന്നെന്ന്. ഓരോ പട്ടണം തോറും പരിശുദ്ധാത്മാവ് തന്നെ പറയുന്നുണ്ട്. അപ്പൊ അത് ഉറപ്പാണ്, എനിക്കറിയാം. അപ്പൊ അവിടെ ഉള്ളവര് പറഞ്ഞു, അങ്ങനെ പോകരുത്, അങ്ങനെയാണെങ്കിൽ അവിടെ പോയാലല്ലേ ബന്ധിക്കപ്പെടത്തുള്ളൂ, അപ്പൊ ആ സാഹചര്യം ഒഴിവാക്കിയാൽ കുഴപ്പമില്ലല്ലോ എന്ന് പറയുമ്പോൾ അദ്ദേഹം പറയുകയാണ്, അവിടെ വെച്ച് ബന്ധിക്കപ്പെടാൻ മാത്രമല്ല ഇനി മരിക്കാനാണ് ദൈവത്തിന്റെ പദ്ധതിയെങ്കിൽ ഞാൻ അതിനും ഒരുങ്ങിയിരിക്കുന്നു. ഇത് പറഞ്ഞിട്ടാണ് പൗലോസ് അപ്പോസ്തലൻ പോകുന്നത്. അപ്പൊ റോമാലേഖനം എഴുതി കഴിഞ്ഞ് ഈ ഒരു ചിന്തയിലേക്ക്, ഈ ഒരു പരിശുദ്ധാത്മാവിന്റെ ഇഷ്ടത്തിലേക്ക്, ദൈവത്തിന്റെ ഇഷ്ടത്തിലേക്ക് അദ്ദേഹം ആ ഇഷ്ടത്തെ തിരിച്ചറിഞ്ഞ് അതിനായിട്ട് പോവുകയാണ്. ഇവിടെ
ഞാൻ അത് പറഞ്ഞതുകൊണ്ട് മാത്രം എടുത്തു പറയാം. പൗലോസിനോട് മുൻകൂട്ടി പറഞ്ഞു യെരുശലേമിൽ വെച്ച് ബന്ധിക്കപ്പെടും, തടവറയിലാക്കപ്പെടും. എന്നിട്ടും പൗലോസ് യെരുശലേമിലേക്ക് തന്നെ പോവുകയാണ്. നമ്മളാണെങ്കിൽ എന്ത് ചെയ്യും? അത് ഒഴിവാക്കാനല്ലേ ശ്രമിക്കത്തുള്ളൂ. പക്ഷെ അവിടെ പൗലോസ് അപ്പോസ്തലൻ പറയുന്ന ഒരു വാക്കുണ്ട് അപ്പോസ്തലപ്രവൃത്തികളിൽ, ഞാൻ പരിശുദ്ധാത്മാവിനാൽ ബന്ധിക്കപ്പെട്ടവനായി യെരുശലേമിലേക്ക് പോകുന്നു. അവിടെ ചെല്ലുമ്പോൾ ശരിക്കും മറ്റ് അക്ഷരികമായി ലിറ്ററൽ ആയിട്ടുള്ള ബോണ്ടേജ് എന്നെ കാത്തിരിക്കുകയാണ് എന്നെനിക്കറിയാം. അതുകൊണ്ട് ഞാൻ പോകരുത് എന്ന് നിങ്ങളൊക്കെ പറയുന്നു. ഞാൻ പോകണ്ടെന്ന് വെച്ചാൽ എനിക്ക് പോകാതിരിക്കാൻ പറ്റത്തില്ല. കാരണം അത് ദൈവത്തിന്റെ പദ്ധതിയുടെ ഭാഗമാണ്. ദൈവത്തിന് എന്നെക്കുറിച്ചുള്ള പദ്ധതിയുടെ ഭാഗമാണ് എന്ന് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ എന്തായാലും പോകും. പ്രൈസ് ദി ലോർഡ്. അപ്പോ കഷ്ടത വരുന്നു, അവിടെ വെച്ച് തടവിലാക്കപ്പെടാൻ പോകുന്നു എന്ന് അറിഞ്ഞിട്ടും ആ യാത്ര ഒഴിവാക്കാതെ പൗലോസ് തുടർന്ന് പോകുന്നതിന്റെ കാരണം, ഞാൻ ബന്ധിക്കപ്പെട്ടാലും സാരമില്ല, അത് ദൈവത്തിന്റെ പദ്ധതിയാണെങ്കിൽ അങ്ങനെ നടക്കട്ടെ. ഗതസമനയിലെ യേശുവിന്റെ പ്രാർത്ഥനയോട് സാമ്യം തോന്നുന്ന, സാദൃശ്യം തോന്നുന്ന ഒരു പദപ്രയോഗമാണത്. കർത്താവ് പറയുന്നു, എന്റെ ഇഷ്ടമല്ല പിതാവേ, അങ്ങയുടെ ഇഷ്ടം നിറവേറട്ടെ. ഹല്ലേലൂയ. ഇതുപോലെ പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, ഞാൻ യെരുശലേമിൽ വെച്ച് ബന്ധിക്കപ്പെടുന്നത് ദൈവത്തിന്റെ പദ്ധതിയാണ്, അതുകൊണ്ട് ബന്ധിക്കപ്പെടാൻ തന്നെ ഞാൻ അങ്ങോട്ട് പോവുകയാണ്. ഹല്ലേലൂയ. ഇനി റോമാലേഖനത്തിൽ നമ്മൾ വായിച്ചത്, ഞാൻ നിങ്ങളുടെ അടുക്കൽ വരാൻ, സന്തോഷത്തോടെ വരാൻ നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് അവരോട് പറഞ്ഞു. തീർച്ചയായിട്ടും അവർ പ്രാർത്ഥിച്ചിട്ടുണ്ടാകും. പൗലോസ് അപ്പോസ്തലൻ അവരുടെ അടുക്കൽ ഇപ്പോൾ എത്തിയിരിക്കുകയാണ്. ഏതാ? ഫിലിപ്പിയ ലേഖനം എഴുതുമ്പോൾ റോമിലെ കാരാഗൃഹത്തിൽ കിടന്നാ എഴുതുന്നത്. പക്ഷേ അദ്ദേഹം വന്നത് എങ്ങനെയാ? ഞാൻ പറഞ്ഞതുപോലെ യെരുശലേമിൽ വെച്ച് പിടിക്കപ്പെട്ട് അവിടെ ചില ദിവസങ്ങൾ തടവിലായിട്ട് സീസറിയയിൽ വന്ന് അവിടെ 3 വർഷത്തോളം 2.5-3 വർഷത്തോളം അവിടെ തടവിലായിരുന്നിട്ട് അവിടെ നിന്ന് ഹൈക്കോർട്ട്, അന്നത്തെ സുപ്രീം കോർട്ടായ, അദ്ദേഹം റോമൻ പൗരനായിരുന്നത് കൊണ്ട്, പൗലോസ് അപ്പോസ്തലൻ റോമ പൗരത്വമുള്ള വ്യക്തി ആയിരുന്നത് കൊണ്ട് അദ്ദേഹത്തിന് അതിനുള്ള അവകാശമുണ്ടായിരുന്നു, റൈറ്റ് ഉണ്ടായിരുന്നു. ഒരു റോമൻ സിറ്റിസനുള്ള റൈറ്റ് ഉപയോഗിച്ച് സീസറെ അപ്പീൽ ചെയ്തു. ഐ മീൻ സുപ്രീം കോടതിയിൽ അപ്പീൽ ചെയ്ത് അങ്ങനെയാണ് റോമിലേക്ക് ഇദ്ദേഹത്തെ അയക്കുന്നത്. റോമിലേക്കുള്ള യാത്രാ മധ്യേ പല പ്രയാസങ്ങളൊക്കെ ഉണ്ടായതൊക്കെ നമുക്കറിയാം. എന്നിട്ട് ആ റോമ കാരാഗൃഹത്തിൽ കിടക്കുമ്പോഴാണ് ഫിലിപ്പിയർക്ക് ലേഖനം എഴുതുന്നത്. നമ്മുടെ പ്രാർത്ഥനകളെല്ലാം ആൻസർ ചെയ്യപ്പെടും. അത് ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന വിധത്തിലോ ആഗ്രഹിക്കുന്ന വിധത്തിലോ ആകണമെന്നില്ല. പ്രൈസ് ലോർഡ്. ദൈവം പ്രവർത്തിക്കുന്നത് ദൈവത്തിന്റെ പദ്ധതിക്കും ഹിതത്തിനും ഒത്ത രീതിയിൽ ആയിരിക്കും. ഹല്ലേലൂയ. അപ്പൊ റോമാലേഖനത്തിൽ തനിക്ക് വേണ്ടി തന്റെ യാത്രകളെ ഓർത്ത്, അവരുടെ അടുക്കൽ എത്തിച്ചേരണമെന്നുള്ള യാത്രകളെ ഓർത്ത് പ്രാർത്ഥനയിൽ പോരാടാൻ ആഹ്വാനം ചെയ്തിരിക്കുന്നത് നമ്മൾ കണ്ടു. ഇനി കൊലോസ്യ ലേഖനത്തിലേക്ക് വരുമ്പോൾ, കൊലോസ്യർ 4:3 വാക്യത്തിലേക്ക് വരുമ്പോൾ, അവിടെ പ്രാർത്ഥന എനിക്ക് ബന്ധന കാരണമായ ക്രിസ്തുവിന്റെ മർമ്മം പ്രസ്താവിപ്പാൻ തക്കവണ്ണം ദൈവം ഞങ്ങൾക്ക് വചനത്തിന്റെ വാതിൽ തുറന്നു തരികയും ഞാൻ സംസാരിക്കേണ്ട വണ്ണം അതിനെ വെളിപ്പെടുത്തുകയും ചെയ്യേണ്ടതിന് ഞങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിപ്പിൻ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഈ കൊലോസ്യ ലേഖനവും തടവറയിലെ ലേഖനമാണ്. അപ്പോ ഈ ബന്ധനത്തിന് കാരണമായ സുവിശേഷം ഇനി പ്രസംഗിക്കുമ്പോഴേക്കും ഇതുപോലുള്ള തടവറകളൊന്നും വരാത്ത രീതിയിൽ പ്രസംഗിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണമെന്നല്ല പറയുന്നത്. ഇതിപ്പോ എത്രാമത്തെ തവണയാ പൗലോസ് അപ്പോസ്തലൻ തടവറയിലായിരിക്കുന്നത്? കൊരിന്ത്യർക്ക് ലേഖനം എഴുതുമ്പോൾ പറയുന്നുണ്ട്, പലവട്ടം തടവിലായി, പലവട്ടം അടിയേറ്റു വാങ്ങി, കോലുകൊണ്ട് അടിയേറ്റു, ചമ്മട്ടി കൊണ്ട് അടിയേറ്റു, കടലിലെ ആപത്ത്, കള്ളന്മാരാലുള്ള ആപത്ത്, എന്ന് പറയാൻ കൊള്ളയടിക്കപ്പെട്ടു. ദൈവദാസനല്ലേ, ദൈവത്തിന്റെ സംരക്ഷണം ഉണ്ടല്ലോ എന്നൊക്കെ ചിന്തിച്ചിരുന്ന ദൈവദാസന്റെ കയ്യിൽ നിന്ന് ഉണ്ടായിരുന്ന ദൈവദാസന്മാരുടെ പേഴ്സിൽ എന്താ സാധാരണ സുവിശേഷം പ്രസംഗിക്കുന്ന ദൈവദാസന്മാരുടെ പേഴ്സിൽ എന്താ ഉണ്ടാകാൻ സാധ്യതയുള്ളത്? ദൈവമക്കൾ കൊടുക്കുന്നത് ശാംശമോ സ്തോത്ര കാഴ്ചയോ ഓഹരിയോ അല്ലെങ്കിൽ സഹായമോ അങ്ങനെയുള്ള ചില്ലറ പൈസയൊക്കെ കാണത്തുള്ളൂ. അതുപോലും കൊള്ളക്കാരടിച്ചോണ്ട് പോയെന്നാ പറഞ്ഞത്. കള്ളന്മാരാലുള്ള ആപത്ത്. ഹല്ലേലൂയ. ഇതൊക്കെ പൗലോസ് അപ്പോസ്തലൻ അനുഭവിച്ചു. സുവിശേഷം നിമിത്തം. പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, ഈ സുവിശേഷം നിമിത്തം, സുവിശേഷം പ്രസംഗിക്കുന്ന നിമിത്തം ഞാനിപ്പോൾ തലവറയിലായിരിക്കുകയാണ്. എന്നാൽ അതുകൊണ്ട് ഞാൻ പ്രസംഗം അവസാനിപ്പിക്കുകയല്ല. സുവിശേഷത്തിന് ബന്ധനമില്ല. ഞങ്ങളെ ബന്ധിക്കാം, പക്ഷേ സുവിശേഷത്തിന് ബന്ധനമില്ല. ഇപ്പോൾ എനിക്ക് ബന്ധന കാരണമായ ഈ സുവിശേഷത്തിന്റെ മർമ്മം പ്രസ്താവിക്കാൻ ഇനിയും ഞാൻ വായി തുറക്കും. ഞാൻ നിർത്തത്തില്ല. പക്ഷെ ആ തുറക്കുമ്പോൾ ദൈവവചനം ദൈവം വെളിപ്പെടുത്തി തരേണ്ടതിന്, നോക്കൂ, വെളിപ്പാടുകളുടെ ആധിക്യമുള്ള ഒരു മനുഷ്യനായി റിക്വസ്റ്റ് നടത്തുന്നത്.
ഹല്ലേലൂയ. കൊരിന്ത്യർ ലേഖനത്തിൽ പറയുന്നതനുസരിച്ച് ക്രിസ്തുവിലുള്ള ഒരു മനുഷ്യനെ ഞാൻ അറിയുന്നു, അവൻ മൂന്നാം സ്വർഗത്തോളം എടുക്കപ്പെട്ടു, അവിടെ മനുഷ്യർക്ക് ഉച്ചരിച്ചു കൂടാൻ പാടില്ലാത്തതും ആയ ഭാഷ ഞാൻ കേട്ടു എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. അത്രയും ഭയങ്കര വെളിപ്പാടുള്ള ആ മനുഷ്യൻ പറയുകയാണ്. ഓരോ സപ്പോസിന്റെ വെളിപ്പാടുകളാണ് ലേഖനത്തിൽ നമുക്ക് പലയിടത്തും കാണാനായിട്ട് കഴിയുന്നത്. ഈ ലേഖനത്തിൽ ഇത്ര എഴുതിയെങ്കിൽ അദ്ദേഹം പ്രാപിച്ച വെളിപ്പാടുകൾ നമുക്ക് ചിന്തിക്കാവുന്നതിനും അപ്പുറമാണ്. ആ മനുഷ്യൻ പറയുകയാണ്, ഇതൊക്കെ ആണെങ്കിലും വായ് തുറക്കുമ്പോൾ വചനം വെളിപ്പെടണമെങ്കിൽ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. അപ്പോൾ ദൈവ മക്കൾക്ക് വലിയൊരു ദൗത്യമുണ്ട്, ഉത്തരവാദിത്തമുണ്ട്. ദൈവദാസന്മാർ അത് ആമേൻ ഏത് സ്റ്റേജുമായിക്കൊള്ളട്ടെ, തെരുവോരമാകാം, രണ്ടുപേർ മാത്രമുള്ള ഇടമാകാം, വീടുകളിലാകാം, ചില കുടുംബങ്ങളിൽ ചെല്ലുമ്പോൾ ഒരു വ്യക്തിയോട് ഇന്റർപേഴ്സണൽ ആകാം, ഹല്ലേലൂയ, പേഴ്സൺ ടു പേഴ്സൺ ആകാം, എവിടെയുമായിക്കൊള്ളട്ടെ, ദൈവസഭയിലാകാം, ഇതുപോലുള്ള ബൈബിൾ സ്റ്റഡി ആകാം, ദൈവമക്കൾക്ക് വലിയൊരു ദൗത്യമുണ്ട്, ഉത്തരവാദിത്തമുണ്ട്. God has given you a great responsibility to pray for the servants of God, to reveal the word of God whenever they open their mouth to preach it. Hallelujah. ആ ഉത്തരവാദിത്വം മറന്നു പോകരുത്. ആമേൻ. ഞാന് ആമേൻ ഈ മേഖലയിൽ കുറെ വർഷങ്ങളായിട്ടൊക്കെ ഉള്ളതുകൊണ്ട് ഒരുപാട് പേര് എന്നെക്കുറിച്ചും പലരെക്കുറിച്ചും ഒക്കെ പലപ്പോഴും കമന്റ് പറയുന്നത് കേട്ടിട്ടുണ്ട്. ആമേൻ. ഒത്തിരി നല്ല ദൈവദാസന്മാരെ കുറിച്ച്, ശക്തരായ പ്രസംഗകരെ കുറിച്ച് ഒക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. ഇപ്പോൾ പണ്ടത്തെ പോലുള്ള ആ മൂർച്ചയൊന്നും ഇല്ല എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. വാസ്തവത്തിൽ ഈ വാക്കുകൾ പറയുമ്പോൾ നമ്മൾ സ്വയം നമ്മിലേക്ക് തന്നെ വിരൽ ചൂണ്ടി കുറ്റപ്പെടുത്തുകയാണ്. നമ്മൾ എത്ര തവണ പ്രാർത്ഥിച്ചിട്ടുണ്ട്, എത്രത്തോളം പ്രാർത്ഥിക്കുന്നുണ്ട് ദൈവവചനം വെളിപ്പെടാൻ വേണ്ടി. ഒരു യുക്തി അധിഷ്ഠിതമായ ഒരു പ്രസംഗം പോലെ അല്ല ദൈവവചനം പ്രസംഗിക്കുന്നത്. ബൗദ്ധികമായ പ്രഭാഷണങ്ങൾ നടത്തുന്നത് പോലെ, ഇന്റലക്ച്വൽ സർമൺസ് പോലെ അല്ല ദൈവവചനം പഠിപ്പിക്കുകയും പ്രസംഗിക്കുകയും ചെയ്യുന്നത്. ഒരു സയൻസിലെ കാര്യങ്ങൾ, തിയറിയൊക്കെ അവതരിപ്പിക്കുന്ന പോലെ അല്ല ദൈവവചനം പ്രസംഗിക്കുന്നത്. അതിന് വലിയ ദൈവകൃപ കൂടിയേ തീരത്തുള്ളൂ. കാരണം വചനം വെളിപ്പെടുന്നിടത്ത് അത്ഭുതങ്ങൾ ദൈവം ചെയ്യും. ആ വചനത്തിന്റെ ശക്തി വ്യാപരിക്കും. ഹൃദയങ്ങളിൽ സമാധാനം ഉണ്ടാകും, ജീവിതങ്ങൾക്ക് മാറ്റം വരും, ആത്മാക്കൾക്ക് വിടുതലുണ്ടാകും, നിത്യതയുടെ അവകാശികളായി മാറും. അപ്പോൾ അതിനെ ഏതു വിധേനയും തടയാനായിട്ട്, അതിന് അലോസരമുണ്ടാക്കാൻ, അതിന് ദുർഘടമുണ്ടാക്കാൻ അന്ധകാര ലോകം അവർക്ക് കഴിവിന്റെ പരമാവധി ചെയ്യും. അതിനെ ജയിക്കണമെങ്കിൽ, അതിനെ തകർക്കണമെങ്കിൽ കൂട്ടായി ദൈവമക്കളുടെ പ്രാർത്ഥന കൂടിയേ തീരൂ. ഹല്ലേലൂയ. അതുകൊണ്ട് ആരെങ്കിലും മുൻപ് അത് ചെയ്തിട്ടുണ്ടെങ്കിൽ അടുത്ത തവണ ഏതെങ്കിലും പ്രസംഗകനെ, ദൈവവചന പ്രസംഗകനെ കുറ്റപ്പെടുത്താൻ വായി തുറക്കുന്നതിന് മുൻപ് സ്വയം ഒരു ചോദ്യം ചോദിക്കണം. ഞാന് അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചോ? ഇന്നത്തെ പ്രസംഗത്തിന് വേണ്ടി പ്രാർത്ഥിച്ചോ? ഇന്നത്തെ വചന ശുശ്രൂഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചോ? കോമൺ പ്ലാറ്റ്ഫോമിൽ പ്രാർത്ഥിക്കുന്ന കാര്യമല്ല ഞാൻ പറയുന്നത്. പേഴ്സണൽ പ്രയറിൽ, ഫാമിലി പ്രയറിൽ, ഒക്കെ പ്രാർത്ഥിക്കുന്നത്, അതിനെക്കുറിച്ചാണ് പറയുന്നത്. അല്ലെങ്കിൽ നമുക്ക് കുറ്റം പറയാൻ അനുവാദമില്ല, അവകാശമില്ല. ഇനി അങ്ങനെ പ്രാർത്ഥിച്ചാലും കുറ്റം പറയാൻ, പ്രാർത്ഥിക്കുന്നവർക്ക് കുറ്റം പറയാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. എനിവേ, ഞാൻ തിരികെ വരട്ടെ. അപ്പോൾ പൗലോസ് അപ്പോസ്തലൻ പോലും പറയുന്നു, വായ് തുറക്കുമ്പോൾ വചനം വെളിപ്പെടാൻ ദൈവസഭ എനിക്ക് വേണ്ടി, നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. 2 തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനം, തെസ്സലോനിക്കർക്ക് എഴുതിയ 2-ാം ലേഖനം 3-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തിലും പൗലോസ് അപ്പോസ്തലൻ ദൈവസഭയോട് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടുന്നുണ്ട്. അവിടുത്തെ പ്രാർത്ഥന എന്താണെന്നറിയാവോ? ഒടുവിൽ സഹോദരന്മാരെ, കർത്താവിന്റെ വചനം നിങ്ങളുടെ അടുക്കൽ എത്തിയതുപോലെ വേഗം വ്യാപിച്ച് മഹത്വപ്പെടുവാനും വല്ലാത്തവരും ദുഷ്ടന്മാരുമായ മനുഷ്യരുടെ കയ്യിൽ നിന്ന് ഞങ്ങൾ വിടുവിക്കപ്പെടാനും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പിൻ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. എന്തിനു വേണ്ടി പ്രാർത്ഥിക്കാനാണ്? നിങ്ങൾ സുവിശേഷം കേട്ടു, രക്ഷിക്കപ്പെട്ടു, അതിൽ തൃപ്തരായിരിക്കരുത്. ഞങ്ങൾ രക്ഷിക്കപ്പെട്ടല്ലോ, ഇനി ബാക്കിയുള്ളവരുടെ കാര്യമൊന്നും ഞങ്ങൾക്ക് അറിയണ്ട. അല്ല, നിങ്ങളുടെ അടുക്കൽ വചനം എത്തിയതുപോലെ വേഗം മറ്റുള്ളവരുടെ അടുക്കലും എത്തണം. കാലം അവസാന ഘട്ടത്തിലായിരിക്കുന്നു, അന്ത്യകാലത്തായിരിക്കുന്നു. ഇനി അധികം കാലമില്ല. വേഗം ദൈവവചനം നിങ്ങളുടെ അടുത്തെത്തിയതുപോലെ എല്ലാവരുടെ അടുക്കലും എത്തണം, വ്യാപിക്കണം. ദൈവവചനം വ്യാപിച്ച് മഹത്വപ്പെടണം. പ്രൈസ് ദി ലോർഡ്. 2, അത് പ്രസംഗിക്കുന്ന, അതിനായി യാത്ര ചെയ്യുന്ന, അത് ശുശ്രൂഷിക്കുന്ന ദൈവദാസന്മാരെ
ദൈവദാസിമാരെ, ദുഷ്ടന്മാരായ മനുഷ്യരുടെ കയ്യിൽ അകപ്പെടാതിരിക്കാൻ, ദുഷ്ടന്മാരായ വല്ലാത്തവരും ദുഷ്ടന്മാരുമായ മനുഷ്യരുടെ കയ്യിൽ നിന്ന് ഞങ്ങൾ വിടുവിക്കപ്പെടാനും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പിൻ. അപ്പോൾ സുവിശേഷം പ്രസംഗിക്കുന്നവർക്ക് വചനം വെളിപ്പെടാൻ മാത്രമല്ല, ആ വചനം പ്രസംഗിക്കുമ്പോൾ ഇഷ്ടപ്പെടാതെ ഉപദ്രവിക്കുന്നവരിൽ നിന്ന് വിടുവിക്കപ്പെടാൻ വേണ്ടി ഹല്ലേലൂയ പ്രാർത്ഥിക്കാൻ പൗലോസ് അപ്പോസ്തലൻ ദൈവസഭകളോട് ആവശ്യപ്പെടുകയാണ്. നമ്മുടെ പ്രാർത്ഥനയിൽ നിരന്തരം ഹല്ലേലൂയ ലോകമെമ്പാടുമുള്ള ശുശ്രൂഷകന്മാരെ ഓർത്ത് പ്രാർത്ഥിക്കണം. ഇന്നുകൂടെ ഞാൻ ഒരാളോട് സംസാരിക്കുമ്പോൾ ഞാൻ പറഞ്ഞൊരു കാര്യം, പ്രത്യേകിച്ച് കേരളത്തിൽ ആമേൻ ഒത്തിരി ബുദ്ധിമുട്ടാണ് ശുശ്രൂഷകൾ ചെയ്യാനായിട്ട്. ഞാൻ അടച്ചാക്ഷേപിക്കുകയല്ല, പഴയ കാലം പോലൊന്നും അല്ല. എല്ലാ രീതിയിലും മനുഷ്യർ വല്ലാത്ത ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാലഘട്ടമാണ്. ദൈവസഭകൾക്കകത്തായാലും ഹൃദയം തുറന്ന് ദൈവവചനം ഏറ്റെടുക്കാൻ, ദൈവദാസന്മാരെ ബഹുമാനിക്കാൻ, സ്നേഹിക്കാൻ, കരുതാൻ ഒക്കെയുള്ള ആ പ്രവണത അത് കുറഞ്ഞു കുറഞ്ഞു വരികയാണ്. സമാധാനത്തോടെയും അധികാരത്തോടെയും ആധികാരികമായും ഹൃദയം തുറന്ന് ദൈവവചനം പ്രസംഗിക്കാൻ പലയിടത്തും ദൈവദാസന്മാർക്ക് കഴിയുന്നില്ല. ഹല്ലേലൂയ. ആ ഒരു മാനസികാവസ്ഥ ആമേൻ തീർച്ചയായിട്ടും അത് പല മേഖലകളിലും, പ്രത്യേകിച്ച് ദൈവദാസന്മാരുടെ ശുശ്രൂഷ മേഖലകളിൽ ഇമ്പാക്ട് ചെയ്യുന്നുണ്ട്. പുതുതായി കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി സമർപ്പിക്കപ്പെട്ട് മുന്നോട്ട് വരുന്നവരുടെ എണ്ണം ഒത്തിരി കുറവാണ്. ഞാൻ മുൻപും പറഞ്ഞിട്ടുണ്ട്, ഇത് വളരെ സത്യമായ കാര്യമാണ്. സെമിനാരികളിൽ, ബൈബിൾ കോളേജുകളിൽ, ഞാൻ കേരളത്തിലെ ഇന്ത്യയിലേക്ക് അവസ്ഥയാണ് പറയുന്നത്, മറ്റുള്ളടത്തെ സ്റ്റാറ്റിസ്റ്റിക്സ് ഒന്നും എനിക്കില്ല. ഇതിൻ്റെയും സ്റ്റാറ്റിസ്റ്റിക്സ് അല്ല, മീൻ എക്സാക്ട് സ്റ്റാറ്റിസ്റ്റിക്സ് അല്ല, പക്ഷെ നേരിട്ട് മനസ്സിലാക്കുന്ന കാര്യം, ദൈവവചനം പഠിക്കാൻ ജോയിൻ ചെയ്യുന്നവരുടെ എണ്ണം തുലവും കുറവാണ്. നിങ്ങൾക്ക് പരിചയമുള്ള ബൈബിൾ കോളേജിൽ പഠിക്കുന്ന, നാട്ടിലെ ബൈബിൾ കോളേജിൽ പഠിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് ചോദിച്ചാൽ അറിയാം എത്ര മലയാളികൾ വചനം പഠിക്കാനുണ്ട് എന്നുള്ളത്. കൂടുതലും മറ്റു പല സ്റ്റേറ്റിൽ നിന്നൊക്കെയാണ്. ഒരു പ്രധാന കാരണം, ഇതുപോലുള്ള വിഷയങ്ങൾ കണ്ട് കേട്ട് പലരും മനം മടുത്ത് പിന്നെ സുവിശേഷ വേലയ്ക്ക് സമർപ്പിക്കുന്നവർ പോലും പലപ്പോഴും നോർത്ത് ഇന്ത്യയിലോ മറ്റ് ആഫ്രിക്കയിലോ ഒക്കെ പോകാം എന്നുള്ള സമർപ്പണത്തിലാണ്. അത് തെറ്റെന്നല്ല, നല്ല കാര്യമാണ്, എല്ലാവർക്കും ആ കൃപയില്ല. പക്ഷേ നമ്മുടെ ദൈവസഭകൾക്ക് നല്ല ദൈവദാസന്മാരെ വേണം, ശുശ്രൂഷകന്മാരെ വേണം. അടുത്തൊരു തലമുറയെ കർത്താവിന്റെ കൃപയിൽ വളർത്തിക്കൊണ്ടുവരുവാൻ ദൈവത്താൽ ഉപയോഗിക്കപ്പെടുന്ന പ്രാപ്തരായ ശുശ്രൂഷകന്മാർ വേണം, അധ്വാനിക്കുന്ന ശുശ്രൂഷകന്മാർ വേണം, ആത്മാർത്ഥമായി നിഷ്കളങ്കമായി പ്രവർത്തിക്കുന്ന ശുശ്രൂഷകന്മാർ വേണം. അതുണ്ടാകാൻ നിങ്ങൾ പ്രാർത്ഥിക്കണം, ശക്തമായി പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ആമേൻ. ഓക്കെ, ഞാൻ അത്രയും പറഞ്ഞ ആ വിഷയം ഉപസംഹരിക്കുകയാണ്. അപ്പോൾ ദൈവസഭയുടെ പ്രാർത്ഥന ഇറ്റ് ഈസ് എസൻഷ്യൽ. ഹല്ലേലൂയ, ശുശ്രൂഷയ്ക്ക് എസൻഷ്യലായ കാര്യമാണ് ദൈവസഭയുടെ പ്രാർത്ഥന. ശുശ്രൂഷകന്മാർക്ക് അവരുടെ കർത്താവ് ഏൽപ്പിച്ച ദൗത്യം അത് പൂർത്തീകരിക്കണമെങ്കിൽ ദൈവസഭയുടെ ശക്തമായ പ്രാർത്ഥന അനിവാര്യമാണ്. ഹല്ലേലൂയ. പത്രോസ് തടവറയിലായിരുന്നപ്പോൾ ദൈവസഭ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥന ദൈവം കേട്ടു. ദൈവം അദ്ദേഹത്തെ വിടുവിച്ച് പുറത്തു കൊണ്ടുവന്നു. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ ആമേൻ, ഒത്തിരി ദൈവദാസന്മാർ ഫിസിക്കൽ പ്രിസണിൽ മാത്രമല്ല, മെന്റലായിട്ടുള്ള, ആമേൻ, ഇമോഷണൽ ആയിട്ടുള്ള ഒത്തിരി പ്രസൻസിന്റെ അകത്ത് ആയിരിക്കുന്ന ഒത്തിരി ദൈവദാസന്മാരുണ്ട്. ഞാൻ പറഞ്ഞതുപോലെ സ്വതന്ത്രമായി ഹൃദയം തുറന്ന് ദൈവവചനം പ്രസംഗിക്കാൻ കഴിയാതെ മനസ്സുമടുത്ത് ആമേൻ മുൻവിധികളുടെയും മടുപ്പിന്റെയും ഒക്കെ തടവറയിലായിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. പ്രാർത്ഥിക്കണം, ശക്തമായി പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. ഈ നമ്മളിവിടെ ഈ ഓസ്ട്രേലിയയിലായിരിക്കുമ്പോൾ ഇവിടുത്തെ പ്രധാനപ്പെട്ട പെന്റക്കോസ്റ്റൽ മൂവ്മെന്റ് ഓസ്ട്രേലിയൻ ക്രിസ്ത്യൻ ചർച്ചസ് ആണല്ലോ, അതുമായിട്ട് അഫിലിയേറ്റ് ചെയ്താണല്ലോ ഇവിടുത്തെ ഭൂരിഭാഗം പെന്റക്കോസ്റ്റൽ ചർച്ചസും നിലകൊള്ളുന്നത്. ഇടയ്ക്കിടയ്ക്ക് ആമേൻ ദൈവദാസന്മാർക്ക് മെയിലും അതുപോലുള്ളതൊക്കെ വരാറുണ്ട്. അവരുടെ മെന്റൽ ഹെൽത്തിന് വേണ്ടിയുള്ള ട്രെയിനിങ്, കൗൺസിലിംഗ്, സ്പെഷ്യൽ സെഷൻസ് ഒക്കെ ആമേൻ ക്രമീകരിക്കുന്നു. അതിന് ആമേൻ സൈക്കോളജിസ്റ്റുകളും അതുപോലെ
ഉള്ളവരുടെ സേവനങ്ങൾ, ഇവൻ സെക്യുലർ ആയിട്ടുള്ള വിശ്വാസികളായ സെക്യുലറായ ആയിട്ടുള്ളവരുടെ പോലും സേവനങ്ങൾ ദൈവദാസന്മാർക്ക് വേണ്ടി, ദൈവവേലയിലായിരിക്കുന്നവർക്ക് വേണ്ടി SEC ക്രമീകരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് മെയിലൊക്കെ വരാറുണ്ട്. പ്രൈസ് ദി ലോർഡ്. എന്താ കാരണമെന്നറിയാവോ? ഹല്ലേലൂയ. ഒത്തിരി പേര് ദൈവവേലയിൽ നിന്ന് ക്വിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് നാം ആയിരിക്കുന്നു. ഒരുപാട് ദൈവദാസന്മാർ മാനസികമായ മെന്റൽ പ്രഷർ അനുഭവിച്ച് വിഷമത്തിലായിരിക്കുന്ന ഒരു കാലത്ത് നാം ആയിരിക്കുന്നു. സന്തോഷത്തോടെ സുവിശേഷ വേല ചെയ്യാൻ, ഞാൻ ഈ സന്തോഷത്തോടെ എന്ന് പറയുന്നത് ഈ ജാതികൾ എന്നുള്ള ഉപദ്രവത്തെയോ അല്ലെങ്കിൽ പുറത്തു നിന്നുള്ള ഉപദ്രവങ്ങളോ പീഡനങ്ങളോ ഒന്നുമല്ല. സ്വതന്ത്രമായി ഞാൻ പറഞ്ഞതുപോലെ ശുശ്രൂഷ ചെയ്യാൻ കഴിയാത്ത വിധത്തിൽ ഒത്തിരി പേര് മനം തകർന്നായിരിക്കുന്നു. നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. അവരെ കർത്താവ് ബലപ്പെടുത്താൻ വേണ്ടി പ്രാർത്ഥിക്കാം. മാനസിക സംഘർഷങ്ങളുടെ തടവറകളിൽ നിന്ന് പുറത്തു കൊണ്ടുവരുവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പറയുന്നതിൽ വിഷമമുണ്ടെങ്കിൽ പോലും ഫാക്റ്റായ സത്യമായ ഒരു കാര്യം ഞാൻ പറയട്ടെ. നമ്മള് ഒരു കാലത്ത് പെന്തക്കോസ്തുകാരുടെ ഇടയിൽ ആത്മഹത്യ എന്നുള്ളൊരു സംഭവം കേൾക്കാൻ പോലും കഴിയത്തില്ലായിരുന്നു, അല്ലെ? പലതും അങ്ങനെയുള്ള കുറെ കാര്യങ്ങളുണ്ട്. എനിവേ, പക്ഷേ ഇന്ന് ശുശ്രൂഷയിൽ നിൽക്കുന്നവരുൾപ്പെടെ ആത്മഹത്യ ചെയ്യുന്നതിനെ കുറിച്ചുള്ള വാർത്തകൾ ദിനം പ്രതി കേൾക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അതിനെല്ലാം പിന്നിൽ പിശാചിന്റെ വലിയ പോരാട്ടമുണ്ട്, വലിയ തന്ത്രങ്ങളുണ്ട്. ഒത്തിരി തടവറകളെ തകർത്തെറിയേണ്ടതുണ്ട്, ഒത്തിരി ചങ്ങലകളെ അഴിച്ചെറിയേണ്ടതുണ്ട്. അതിന് ദൈവമക്കളുടെ പ്രാർത്ഥന കൂടിയേ തീരും. ദൈവസഭയുടെ പ്രാർത്ഥന ഇറ്റ് ഈസ് വെരി മച്ച് നീഡഡ് ഫോർ ദ മിനിസ്റ്റേഴ്സ് ഓഫ് ഗാഡ്. ഹല്ലേലൂയ. 2 പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, ത്രൂ ദ സപ്ലൈ ഓഫ് ദ സ്പിരിറ്റ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശു ക്രിസ്തുവിന്റെ ആത്മാവിന്റെ സഹായത്താലും. പ്രൈസ് ലോർഡ്. ആത്മാവിനെ ധാരാളമായി നൽകുന്നതിനാലും എന്നൊക്കെ വേണമെങ്കിൽ അതിന് പറയാനായിട്ട് കഴിയും. ഹല്ലേലൂയ. എന്നാൽ ദൈവസഭ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം എന്ത് ചെയ്യുന്നു? തന്റെ പരിശുദ്ധാത്മാവിനെ തന്റെ ദാസന്മാരിലേക്ക് അധികമായി പ്രവഹിപ്പിക്കുന്നു. പരിശുദ്ധാത്മാവ് വിഷയങ്ങളിൽ ഇടപെടുന്നു. പരിശുദ്ധാത്മാവിന്റെ മനസ്സുകളോട് സംസാരിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി, ക്രിസ്തുവിന്റെ ആത്മാവിന്റെ പ്രവൃത്തി അവരുടെ ജീവിത മേഖലകളിൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ച് വിഷയങ്ങൾക്ക് പരിഹാരമുണ്ടാക്കുന്നു. അതാ പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞത്, നിങ്ങളുടെ പ്രാർത്ഥനയാലും യേശു ക്രിസ്തുവിന്റെ ആത്മാവിന്റെ സഹായത്താലും. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ യേശു ക്രിസ്തുവിന്റെ ആത്മാവെന്ന് പറഞ്ഞിരിക്കുന്ന ചില വാക്യങ്ങളിൽ ഒന്നാണ് ഇവിടെ കാണുന്നത്. തിയോളജിക്കലിയും ആ വാക്കിന് പ്രാധാന്യമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ആരാ പരിശുദ്ധാത്മാവിനെ നൽകുന്നത്? പിതാവായ ദൈവം. യേശു കർത്താവ് പറഞ്ഞു, ഞാൻ പോയാൽ കാര്യസ്ഥനെ അയക്കും. ഹല്ലേലൂയ. പിതാവിനോട് കേട്ട വാഗ്ദത്തം. അപ്പോൾ തന്നെ ഇവിടെ കാണുന്നത് പോലെ യേശു ക്രിസ്തുവിന്റെ ആത്മാവ്, പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് യേശു ക്രിസ്തുവിന്റെ ആത്മാവ്, യേശു ക്രിസ്തു നൽകുന്ന തന്റെ ആത്മാവ്. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് ദൈവപിതാവിന്റെ ആത്മാവാണ്. കർത്താവ് യേശു ക്രിസ്തു പുത്രനായ ദൈവത്തിന്റെ ആത്മാവാണ്. ഹല്ലേലൂയ. അപ്പോൾ തന്നെ പരിശുദ്ധാത്മാവ് ദൈവമാണ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പിതാവാം ദൈവം, പുത്രനാം ദൈവം, പരിശുദ്ധാത്മാവാം ദൈവം. പ്രൈസ് ദി ലോർഡ്. ദൈവം 3 വ്യക്തികളായി. ഹല്ലേലൂയ. ദൈവസഭയുടെ അഭിവൃദ്ധിക്ക് വേണ്ടി, ദൈവജനത്തിന്റെ വിടുതലിന് വേണ്ടി, രക്ഷാപ്രവൃത്തിക്ക് വേണ്ടി താൻ 3 വ്യക്തികളായി, വ്യക്തിത്വങ്ങളായി വെളിപ്പെട്ട് പ്രവർത്തിക്കുന്നു എന്നുള്ളത് ദൈവവചനം നമുക്ക് പലതവണ ആവർത്തിച്ച് അറിവ് നൽകുന്നതാണ്. ഹല്ലേലൂയ. നാം പ്രാപിച്ചിരിക്കുന്നത് യേശുക്രിസ്തുവിന്റെ ആത്മാവിനെയാണ്. ആമേൻ. യേശുക്രിസ്തുവിന്റെ ആത്മാവിനെ എന്ന് പറയുമ്പോൾ അതിനകത്തൊരു കാര്യം കൂടെ മനസ്സിലാക്കേണ്ടത്, ക്രിസ്തുവിന്റെ സ്വഭാവമുള്ള ആത്മാവ്. യേശുക്രിസ്തുവിന്റെ സ്വഭാവം പരിശുദ്ധാത്മാവിനുമുണ്ട്. ആ ആത്മാവിനെയാണ് നാം പ്രാപിച്ചിരിക്കുന്നത്. നമ്മിലും ആ സ്വഭാവം വെളിപ്പെടണം. അപ്പോൾ ദൈവദാസന്മാരുടെ അവരുടെ ജീവിത സാഹചര്യങ്ങളെ, അവരുടെ ഞെരുക്കങ്ങളെ, അവരുടെ തടവറയ്ക്ക് സമാനമായ വിഷയങ്ങളെ, തടവറകളെ മാറ്റുവാൻ, അതിൽ നിന്ന് പുറത്തു കൊണ്ടുവരുവാൻ ദൈവജനം പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് തന്റെ പരിശുദ്ധാത്മാവിനാൽ ആ വിമോചനം യാഥാർത്ഥ്യമാക്കുന്നു, ആ വിടുതൽ യാഥാർത്ഥ്യമാക്കുന്നു. പൗലോസ് അപ്പോസ്തലൻ അധികം വൈകാതെ ഈ ലേഖനമൊക്കെ എഴുതിയതിന്റെ പിന്നാലെ ദൈവജനത്തിന്റെ പ്രാർത്ഥനയാൽ ആ തടവറയിൽ നിന്ന് പുറത്തു വന്നു. പരിശുദ്ധാത്മാവിന്റെ സഹായത്താൽ തടവറയിൽ നിന്ന് പുറത്തു വന്നു. പിന്നെയും സ്പെയിനിലേക്കൊക്കെ യാത്ര ചെയ്തു എന്നാണ്
ചരിത്രത്തിലെ സൂചനകൾ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. വീണ്ടും പിന്നീട് റോമിലേക്ക് വന്ന് അമേൻ തനിക്ക് നീറോയുടെ അമേൻ ഖഡ്ഗത്തിന് തൻ്റെ കഴുത്ത് വെച്ചു കൊടുക്കുന്ന സാഹചര്യമുണ്ടായി. എന്നാൽ അതിനു മുൻപ് തൻ്റെ ആഗ്രഹം പോലെ സ്പെയിനിലേക്കൊക്കെ യാത്ര ചെയ്തു എന്നാണ് ചരിത്രരേഖകൾ പറയുന്നത്. പ്രൈസ് ലോർഡ്. നമുക്ക് പ്രാർത്ഥിക്കാം. ആമേൻ. നമുക്ക് ദൈവദാസന്മാരെ, ശുശ്രൂഷകന്മാരെ, പ്രത്യേക ഇന്നത്തെ ബൈബിൾ സ്റ്റഡിയിൽ പ്രധാനമായിട്ടും നമ്മൾ കേട്ട മേഖല അതാണല്ലോ. ലോകത്തിന്റെ പലയിടങ്ങളിലും പല രാജ്യങ്ങളിലും വലിയ മനസ്സംഘർഷങ്ങളിലൂടെ, വലിയ പ്രതിസന്ധികളിലൂടെ ഒക്കെ കടന്നു പോകുന്ന ശുശ്രൂഷകന്മാരെ, ദൈവദാസന്മാരെയും ഒക്കെ നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. പല ചുമതലകൾ വഹിക്കുന്നവർ, പല പ്രസ്ഥാനങ്ങളുടെയും നേതൃത്വത്തിലായിരിക്കുന്നവർ, അതിൽ കൂടെ നിന്ന് പ്രവർത്തിക്കുന്നവരൊക്കെ പല വിധത്തിലുള്ള ഫിനാൻഷ്യൽ സ്ട്രഗിൾസ്, മെന്റൽ സ്ട്രഗിൾസ്, സിറ്റുവേഷണൽ സ്ട്രഗിൾസ്, ഫാമിലി ലൈഫിലെ സ്ട്രഗിൾസ്, ഒത്തിരി വിഷയങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട്. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം അവരെ ധൈര്യപ്പെടുത്തട്ടെ, ശക്തീകരിക്കട്ടെ, കൃപ കൊടുക്കട്ടെ, ദൈവം അവരെ വിടുവിക്കട്ടെ. ഹാലേലൂയ. ആമേൻ. നമുക്ക് ആ വാക്യത്തിലെ തന്നെ ആമേൻ അത് രക്ഷാകാരണം എന്നുള്ള പദത്തെ കർത്താവിന്റെ വരവ് താമസത്തിൽ അടുത്ത ബൈബിൾ സ്റ്റഡിയിൽ നമുക്ക് ചിന്തിക്കാം. കർത്താവ് നമ്മെ സഹായിച്ച് കൂടിയിരിക്കുമാറാകട്ടെ. ഇന്ന് നമുക്ക് നൽകി തന്ന എല്ലാ ദൈവാലോചനകൾക്കായും കർത്താവിന് നമുക്ക് നന്ദി പറയാം.